Smoking causes cancer. Smoking kills. புகைப்பிடிப்பது புற்றுநோயை உண்டாக்கும் மற்றும் உயிரை கொல்லும். Liquor drinking is injurious to health. மது அருந்துதல் உடல் நலத்திற்கு கேடு விளைவிப்பதாகும். എന്തു പറ്റി ജയശ്രീ? BP കുറഞ്ഞതാണ് സർ. മാമിന് പിന്നെ ഷുഗറിന്റെ പ്രശ്നമുണ്ടല്ലോ. എന്നാ പിന്നെ ജയശ്രീ മരുന്നിനൊപ്പം TFL പ്രാക്ടീസ് ചെയ്യൂ. എന്താ ഈ TFL? ടെൻഷൻ ഫ്രീ ലൈഫ്. ഷുഗർ, BP, കൊളസ്ട്രോൾ, ടെൻഷൻ തുടങ്ങി 18ഓളം ജീവിതശൈലി പ്രശ്നങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. TFL ഒരു ഹെൽത്ത് കെയർ പ്രോഗ്രാമാണ്. TFL പരിശീലിക്കാൻ ജീവിതശൈലിയിലോ ഭക്ഷണക്രമത്തിലോ മാറ്റം വരുത്തേണ്ടതില്ല. TFL ടെൻഷൻ ഫ്രീ ലൈഫ്. ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിരിക്കുവാൻ 40 മിനിറ്റ് TFL പരിശീലിക്കും. ഗ്രീൻ മോഷൻ സ്റ്റുഡിയോ. ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റിലെ സേലം എന്ന് പറയുന്ന അവിടുത്തെ ഒരു ചന്ത, അതായത് ഉളവർ ചന്ത എന്നാണ് ഈ ചന്തയ്ക്ക് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അതായത് അവിടെയുള്ള ആൾക്കാർ കൃഷി ചെയ്തു കൊണ്ടുവരുന്ന ഫ്രഷ് മലക്കറികൾ, അതായത് അതിനകത്ത് മായോ അതിനകത്ത് എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള കൃത്രിമപരമായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ചേർക്കാതെയുള്ള ഫ്രഷ് മാർക്കറ്റ്. അതായത് ഇതിനകത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്നത് പച്ചക്കറി കിട്ടുന്ന സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഇതിൽ എല്ലാം ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കാണാം. അതായത് തക്കാളി, പിന്നെ ഉരുളൻകിഴങ്ങ്, നാരങ്ങ, അത് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ ചന്തയിൽ ഉണ്ട്. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഇത്രയും നല്ല ഫ്രഷായിട്ട്, അതായത് ഈ മലക്കറികളെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ നമുക്ക് നാട്ടിൽ ഒരു മലക്കറി കട നല്ല രീതിയിൽ ഒരു ബിസിനസ് പരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇപ്പൊ കാണുന്നുണ്ട് നല്ല തേങ്ങ. നാട്ടിൽ ഏറ്റവും സ്വർണത്തിനേക്കാൾ വിലയുള്ള ഒരു സംഭവമാണ് ഈ തേങ്ങ. ഈ തേങ്ങയ്ക്ക് ഇവിടെ 20 രൂപയേ ഉള്ളൂ. ഇതെടുത്ത് നമുക്ക് നാട്ടിലൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും പറ്റിയ സ്ഥലമാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മഷ്റൂം എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനമാണ്. നമുക്ക് നാട്ടിൽ ഇത്രയും ഫ്രഷായിട്ട് എങ്ങും അവൈലബിൾ അല്ല. ഇത്രയും നല്ല മലക്കറികൾ എങ്ങും അവൈലബിൾ അല്ല. ഇത് കണ്ടപ്പോൾ വലിയൊരു ഇത് തന്നെ പ്ലാസ്റ്റിക് സഞ്ചി നമ്മൾ ഇപ്പം അത് നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പം അതിനായിട്ടുള്ളതാണ്ട് ചാക്ക് വെച്ചുള്ള. അതുകൂടാതെ ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനായത്. നമ്മളിപ്പോൾ കടലിൽ നിന്നുള്ള മീനാണ് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായി കിട്ടുന്നത്. പക്ഷേ ഇത് ഇവിടെ ഡാമിലുള്ള മീനുകളാണ്. പിന്നെ നമ്മൾ കാണുന്ന മീനുകളെല്ലാം ഡാമിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് പിടിച്ച് നമുക്ക് അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് ഇവർ നമുക്ക് തരുന്നുണ്ട്. കാണാം ഇപ്പോൾ അതിനകത്ത് കാണുന്ന എല്ലാം ഡാമിലെ മീനുകളാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം കാടക്കോഴി. ഇതെല്ലാം ഉണ്ടല്ലോ ഇവർ സ്വന്തമായിട്ട് വീട്ടിൽ വളർത്തുന്ന കേട്ടോ. വളർത്തി അതിനെ ആ ഒരു ഇതായിട്ട് ഈ കാണുന്ന നാട്ടുകോഴി എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ പോരുകോഴി എന്ന് പറയും. കേരളത്തിൽ ഇതിന് പോരുകോഴി എന്നാണ് പറയുന്നത്. അവിടെ നാട്ടുകോഴി. ഇതിനും വലിയ വിലയില്ല ഇവിടെ. ഞങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്തതാണ്. അപ്പോഴത്തേക്ക് അതിന് ഏതാണ്ട് കിലോ വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത് തന്നെ ബ്രോയിലർ കോഴിയാണ് ഇത് സംഭവം. ഇതും ഇവർ തന്നെ ഫാമിൽ വളർത്തി അപ്പം തന്നെ ക്ലീനാക്കി കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത് ബ്രോയിലർ കോഴി. കാണുന്ന കണ്ടില്ലേ, നമുക്കിപ്പോൾ അതിനകത്ത് തന്നെ അവർ പക്ക ക്ലീൻ നീറ്റുമായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് തരും. പിന്നെ താറാവിനും വലിയ റേറ്റില്ല. ആടുകളായാലും അതിനും വലിയ റേറ്റില്ല. നമുക്ക് വളർത്താനും പിന്നെ കറി വെക്കാനും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഹോട്ടൽ സംബന്ധമായ ആൾക്കാർക്ക് ഈ കാണുന്നുണ്ടല്ലേ, ഹോട്ടൽ സംബന്ധമായ ഫുഡിൻ്റെ ആവശ്യമുള്ള ആൾക്കാർ ഇതേ കണക്കുള്ള ചന്തയിൽ വന്നു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഏറ്റവും തുച്ഛമായ റേറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എല്ലാം നമുക്ക് അവൈലബിൾ ആക്കി നമ്മളെ നാട്ടിലെത്തിക്കുന്ന രീതിയിൽ അവർ പാക്ക് ചെയ്ത് അയച്ചു തരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറഞ്ഞാൽ ആടിനെ ചുട്ട്, അതായത് അതിന് മസാലയോ വേറൊന്നും ചേർക്കുന്നില്ല, പച്ചയായ ആടിനെ ചുട്ടിട്ട് അത് നല്ല രീതിയിൽ അതിൻ്റെ തലയായാലും. ആടെന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ ഫുള്ള് പോഷക ആഹാരമുള്ള ഒരു മൃഗമാണ് ആട്. അതുകൂടാതെ അതിൻ്റെ തന്നെ ബ്ലഡ് അതിനകത്ത് നമ്മളെ നാട്ടിൽ പൊരിക്കുന്ന കണക്ക് അതിനകത്ത് ഓരോരോ ഈ വൈകുന്നേരം ആഹാരങ്ങൾ നമ്മൾ ഈ ചെറിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്ന കണക്ക് നമുക്ക് അതിനകത്ത് മുക്കി അവർ പൊരിച്ചപ്പം തന്നെ തരുന്നുണ്ട്. ലൈവ് പരിപാടിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് ഭയങ്കര നല്ല ഒരു ശരീരത്തിന് ഉത്തമമായ ഒരു ആഹാരമാണ് ഈ ആടിന്റെ ഇത്. ഇതാണ് ഇപ്പൊ അവരെന്നെ കാണുന്നുണ്ടല്ലേ, അപ്പൊ തന്നെ ലൈവായിട്ട് തന്നെ ചുട്ട് നമുക്ക് അത് തരുന്നു. അത് തന്നെ അപ്പൊ തന്നെ നമ്മൾ കഴിക്കുന്നു അവിടെ നിന്ന്. പക്ഷെ നമുക്ക് ആദ്യമേ കണ്ടപ്പോഴത്തേക്ക് ഒരു അറപ്പൊക്കെ തോന്നി കേട്ടോ. കുറെ നേരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഓരോ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത് ആടിന്റെ എല്ലാ പാർട്സും, അതായത് എല്ലാ ശരീരഭാഗങ്ങളും അവരത് വേസ്റ്റ് ആക്കുന്നില്ല. അവര് അത് വേസ്റ്റ് ആക്കാതെ നമുക്കത് കറക്റ്റായിട്ട് താണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിൽ നല്ല രീതിയിലാക്കി അവിടെ ആൾക്കാർ അപ്പം തന്നെ വന്നിരുന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അതിന്റെ കാലായാലും പിന്നെ സൂപ്പ് വെക്കാനായിട്ട് നമുക്കിത് കരിച്ചതിന് ശേഷം നമുക്കിത് സൂപ്പ് വെക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇവിടുത്തെ ഉൾക്കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഇതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല, ഇനി ഒരുപാട് ചുറ്റി കാണാനുണ്ട്. അതെല്ലാമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഞാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം. இது பிடிச்சா இந்த வீடியோ பிடிச்சா ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க. நீங்க இது போல சந்தோஷமா இருங்க.